ഇന്ത്യ ഫാമിലി നമുക്ക് ടൈറ്റിൽ വെക്കാം. അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ചേച്ചിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പോയതിനു ശേഷം ചേച്ചിയായിരുന്നല്ലോ, അപ്പൊ ബോംബെയിൽ ഒരു കുറച്ച് നാള് ഇപ്പൊ 7 മാസത്തിൽ ഒരു 5 മാസത്തോളം നിങ്ങൾ നിന്നു. എങ്ങനെയാ ഹിന്ദിയൊക്കെ പഠിച്ചോ? എങ്ങനെയാ അത് വന്നത്? ഹിന്ദി ഒന്നും പഠിച്ചില്ല. കാരണം ഇവിടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ അച്ഛനാണ് എല്ലാം, ഞങ്ങളെ പറയുന്നിടത്ത് കൊണ്ടുവരും എല്ലാം ചെയ്യും. ആ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുമില്ലല്ലോ എന്നുള്ളതിലാണ് ചെന്നത്. പക്ഷേ ആരുമില്ലെന്നുള്ളതല്ല, നമുക്ക് മോനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആൻറ്റി ഉണ്ട് അവിടെ, ലളിതാൻറ്റി എന്നാണ് പേര്. അപ്പോൾ ആ ഒരു ഫാമിലിയോട് അവിടെ സെറ്റിൽഡ്, അവരവിടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ മുംബൈയിൽ എവിടെ പോകാനും വരാനും ഒക്കെ അവരുടെ ഇപ്പം ഞാൻ വെളിയിൽ പോകണമെങ്കിൽ ആൻറ്റിയെ വിളിച്ചാൽ ആൻറ്റി വരും. പിന്നെ കേരളത്തിലെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് അവിടെ എത്തിച്ച് തരും. പിന്നെ എനിക്ക് ഡ്രസ്സ് നമുക്ക് ഓരോ ഷൂട്ടിനും വേണമല്ലോ, അപ്പോൾ ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോൾ വെളിയിൽ പോകാൻ എൻ്റെ കൂടെ വരും. പിന്നെ നമുക്കൊരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാലും ആൻറ്റി കൂടെ വരും. അപ്പോൾ ആ ഒരു ആളിൻ്റെ സഹായം മറക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം മോൻ പക്ഷെ ഹിന്ദി നല്ലപോലെ പറയാം അല്ലേ? സംസാരിക്കുന്നില്ല, ഹിന്ദി സംസാരിക്കും. അമ്മ അങ്ങോട്ട് ഹിന്ദി പഠിച്ചില്ല. അതുകൊണ്ട് എനിക്കെന്ത് പറ്റി, അവിടെ ചെന്നപ്പോൾ ആന്റിയുടെ സഹായമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളോടും ഹിന്ദി സംസാരിക്കേണ്ടി വന്നില്ല. ശരിയാ, അവരും മലയാളിയാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ആന്റിയെ വിളിച്ച എല്ലാ കാര്യങ്ങളും നേടിയത് കൊണ്ട് ആവശ്യമില്ല എന്നൊക്കെ ഒന്നും അല്ല അമ്മ പറ്റിയില്ല, പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നല്ലേ? മോശമായിപ്പോയി. ഒരു ഹിന്ദി വേർഡ് അമ്മയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? ഹിന്ദി ഏതെങ്കിലും 2-3 വാക്കുകൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവോ പഠിപ്പിക്കാൻ വേണ്ടി? ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ഒക്കെ ഇങ്ങനെ പറയണം. പിക്കപ്പ് ആയില്ലെന്നേ, പറയണം. അമ്മയ്ക്ക് കിട്ടിയില്ല. അത് ഏതായിരുന്നു ആ വേർഡ്? അത് ഏതാ പറഞ്ഞു കൊടുത്ത ക്ലാസ്? 10 വേർഡ്സ് മൊത്തത്തിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഖാന ഖാതാ ഹൈ ക്യാ, ഖാന ഖായ, ആപ്നെ ഖാന ഖായ എന്ന് പറഞ്ഞാൽ ആപ്നെ ഖാന ഖായ, അത് അമ്മേനെ ഒന്ന് പഠിപ്പിച്ചേ. ആപ്നെ ഖാന ഖായ എന്ന് പറഞ്ഞാൽ നീ ഭക്ഷണം കഴിച്ചോ. ആപ്ന ഖാന ഖായ. അങ്ങനെ തന്നെയാണോ? നമസ്തേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം. അപ്പം നമസ്തേ ഇതൊക്കെ അറിയാം, ഇതൊക്കെ നമുക്ക് കേട്ടാലും മനസ്സിലാവും. പക്ഷെ ഇവര് കൂട്ടി പറയുമല്ലോ സെന്റൻസുകളാക്കി. അതെ, അമ്മയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അമ്മ ചോട്ടാവാലയിൽ നിൽക്കുന്നുള്ളതൊക്കെ വീട്ടിൽ ചെന്ന് അങ്ങ് പഠിപ്പിച്ചങ്ങ് കൊടുത്തോ. എനിക്ക് അടിയും കൊടുത്തു അമ്മയ്ക്ക്. അങ്ങനൊന്നും ചെയ്യൂല. ഓക്കെ. ഇപ്പം അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞാലും മോള് പറഞ്ഞാൽ 7 മാസം നിങ്ങൾ മുംബൈയിൽ നിന്നപ്പം അത് ഈ 2 മാസം അച്ഛനായിരുന്നു. അപ്പൊ ജോലിയും വർക്ക്സും എല്ലാം കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും മോള് പോലും സ്റ്റഡീസ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് മോന് വേണ്ടി നിൽക്കുന്നത്. സോ ആ ഒരു ടൈമിൽ എങ്ങനായിരുന്നു മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ? എങ്ങനായിരുന്നു? ആക്ച്വലി 2-3 മാസം ലീവായിരുന്നു. പിന്നെ അപ്പം അവിടെ മുംബൈയിൽ അപ്പം ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം ഇച്ചിരി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, നമുക്ക് ഇവന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അത് പിന്നെ മോളുമായിട്ട് വീഡിയോ കോൾ ചെയ്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്ക് സംഗീതം അറിയത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ പഠിപ്പിക്കണം, അവനെങ്ങനെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇവരെ 2 പേരെയും കൂടെ അങ്ങോട്ട് വരണം, ഞാൻ തിരിച്ചു വരണം എന്നുള്ളത്. ജോലി ലീവ് കിട്ടും, ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. മോൻ്റെ ഓരോ പെർഫോമൻസ് നമ്മൾ വീഡിയോ കാണുമ്പോഴേ അവിടുത്തെ ജഡ്ജസ് പോലും ഭയങ്കര ഇമോഷണൽ ആയിട്ട് അങ്ങ് കാര്യം. ഇപ്പോൾ നേഹ കക്ര ആയിക്കോട്ടെ, എല്ലാവരും ഇവനെ അങ്ങ് കെട്ടിപ്പിടിക്കുക, വിടുന്നില്ല. അവരുടെ ഒരു മകനായിട്ടെന്ന രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുക. സോ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ലൈവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്നായിരുന്നു നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിൽ? സ്വപ്നം കാണുന്ന പോലെ തോന്നും. കാരണം നമ്മളൊന്നും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളിതിങ്ങനെ എത്ര എത്തുമെന്നോ ഒന്നും വിചാരിച്ച് പോയതല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതിനൊക്കെ ഒരുപാട് മുകളിലാണ്. അപ്പോൾ സന്തോഷം.